നോക്കിയേക്കാതെ വേമ്പാ, താക്കോല് കാണുന്നില്ല. ഇതിനിടയ്ക്ക് അതവിടെ പോയി. ഓട്ടോ ഇറങ്ങി ഓടി. നിന്റെ അന്നെ കഴിവണ മോനെ, നിന്റെ തലയെറിഞ്ഞ് മാറ്റി ഞാൻ. എടാ നീയല്ലടാ മുകുന്ദൻ സാറിനെ തട്ടിക്കൊണ്ടുപോകാൻ ആ തെണ്ടിക്ക് കൂട്ടുന്നത്. നിന്നെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല. പക്ഷേ നീ ഞങ്ങളൊപ്പം കമ്മീഷൻ ഓഫീസ് വരെ ഒന്ന് വരണം. സഞ്ജീവാണ് മുകുന്ദൻ സാറിനെ തട്ടിക്കൊണ്ടുപോയെന്ന സത്യം നീ അവിടെ പറയണം. ഇതോട്ടെ കുഞ്ഞ കാറില്ല.
മട്ടാഞ്ചേരി മാർട്ടിൻ, പോലീസുകാരുടെ തലവെട്ടിയെടുത്ത് ചോര കുടിക്കുന്നവൻ. 30ഓളം കൊലക്കേസിലെ പിടികിട്ട പുള്ളിയായ നീ എന്നും വൈകിട്ട് ഡിന്നർ കഴിക്കുന്നത് മന്ത്രിമാരുടെ കൂടെ. ഒടുവിൽ നീ എന്റെ ബാലന്റെ ചോരയും കുടിച്ചു അല്ലടാ. ഇത് ശുദ്ധ തെമ്മാടിത്തര. അവനെ കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യാൻ സർവീസിന് ഡിസ്മിസ് ചെയ്യാൻ വേണം. അല്ലെങ്കിൽ ഈ മന്ത്രിസഭയിലെ അംഗങ്ങളെ ജനങ്ങൾ കല്ലെറിഞ്ഞ് കൊല്ലും. CM എന്താ ഒന്നും മിണ്ടാതെ? ഒരു സബ് ഇൻസ്പെക്ടർ കൊച്ചി നഗരമധ്യത്തിൽ വെച്ച് പട്ടാപ്പകൽ 2 പേരെ വെടിവെച്ച് കൊന്നിരിക്കുന്നു. പോലീസിന്റെ അതിക്രമത്തിന്റെ പേരിൽ മന്ത്രിസഭ പോലും രാജിവെക്കണമെന്ന് പ്രതിപക്ഷം മുറവിളി കൂട്ടുന്ന ഈ സമയത്ത് വെറും ഒരു സബ് ഇൻസ്പെക്ടർക്ക് പോലും കയ്യിൽ കിട്ടിയ തോക്കുമെടുത്ത് കൊലവിളി നടത്താൻ അധികാരം കൊടുത്തതിന് ഹോം മിനിസ്റ്റർ കൂടിയായ മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞേ പറ്റൂ. ശബ്ദം കളയണ്ട, മുന്നിൽ മൈക്കുണ്ടല്ലോ, മാധവമേനെ ഇരുന്ന് സംസാരിച്ചോളൂ. ഐ നോ ദാറ്റ്. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇതുപോലൊരു ക്രിമിനലിനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അവരെതിരെ ഇന്ന് തന്നെ നടപടി ഉണ്ടാവണം. ഐ മീൻ ഇറ്റ്. കേരളത്തിലെ സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഈ മട്ടാഞ്ചേരി മാർട്ടിന്റെയും ഗുണ്ടാദാസിന്റെയും കൊലയുടെ പേരിൽ SI സഞ്ജീവനെ പഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വോട്ട് ചോദിക്കാൻ ജനങ്ങളുടെ അടുത്തോട് ചെല്ല്, അപ്പ വിവരം അറിയും. ഗുണ്ടകളുടെ വോട്ടും മേടിച്ച് ഗുണ്ടായുസം നടത്തി ജീവിക്കുന്നതൊക്കെ മട്ടാഞ്ചേരി മാർട്ടിനെ പോലുള്ളവരെ ആവശ്യമുള്ളൂ. മാർട്ടിനും ദാസനും മരിച്ചത് മാധവന്റെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് മനസ്സിലാവും. അനാവശ്യം പറഞ്ഞാണല്ലോ. സത്യമല്ലോടോ പറഞ്ഞേ? എന്താണ് സത്യം? അല്ലടോ, തെമ്മാടിത്തര പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ മന്ത്രിസഭാ യോഗത്തിലും സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും എല്ലാം ഗുണ്ടായസവും മുണ്ടുരിയിലുമാണെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം. മട്ടാഞ്ചേരി മാർട്ടിനും ഗുണ്ടാ ദാസപ്പനും മരിച്ചതിൽ രോഷം കൊള്ളുന്ന സുഹൃത്തുക്കളോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആ SI സഞ്ജീവൻ ചെയ്തത് ജനനന്മയല്ലെന്ന് നെഞ്ചത്ത് കൈവച്ചോണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കൊള്ളാവുന്ന വീട്ടിലെ കുട്ടികളെ വശീകരിച്ച് മയക്കുമരുന്നിനെ അടിമയാക്കി പിച്ച് ചീന്തി കടലിലെറിയുന്ന നൊട്ടോറിയസ് ക്രിമിനൽസിനെ സംരക്ഷിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? സർക്കിൾ ഇൻസ്പെക്ടർ റഹീമിനെ നട്ടുച്ചയ്ക്ക് നട റോഡിലിട്ട് വെട്ടിക്കൊന്നിട്ട് ആ തലയുമായി ടൗണിൽ താണ്ഡവ നൃത്തം നടത്തിയ മട്ടാഞ്ചേരി മാർട്ടിൻ എന്ന സാമൂഹ്യ ദ്രോഹിയെ ഇവിടെ ആരാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയണം. 15 വയസ്സുള്ള ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയെ ബസ് സ്റ്റാൻഡിൽ ജനമധ്യത്തിൽ വെച്ച് മാനഭംഗപ്പെടുത്തുകയും അത് ചോദിക്കാൻ ചെന്ന അവളുടെ അച്ഛനെയും ആങ്ങളെയും പോലീസ് സ്റ്റേഷന് മുന്നിലിട്ട് കുത്തിക്കൊന്നിട്ട് കടന്നു കളഞ്ഞ ഗുണ്ടാദാസിനെ സംരക്ഷിക്കേണ്ടത് ഇവിടുത്തെ ഏത് മന്ത്രിയുടെ കടമയാണ്? എനിക്കതറിയണം. ഇവരെ പിടിയിട്ട പുള്ളികളായി ഇവിടുത്തെ മുതിർന്ന IPS എഴുതി തള്ളിയിരിക്കായിരുന്നല്ലോ. മിനിസ്റ്റർ മാധവമേനന്റെ മണ്ഡലത്തിൽ നടന്ന അരും കൊലകളെ പറ്റി അന്നൊന്നും എന്താ താങ്കൾ രോഷം കൊള്ളാഞ്ഞത്? ബാലൻ എന്ന ചെറുപ്പക്കാരനെ കൊണ്ടുപോയി നിഷ്ഠുരമായി കൊലയതിനെ പറ്റി നിങ്ങൾക്കൊന്നും പറയാനില്ലേ? എന്റെ അഭിപ്രായത്തിൽ SI സഞ്ജീവ് കുമാർ അഭിനന്ദനം അറിയിക്കുന്ന ഒരു പോലീസ് ഓഫീസറാണ്. ഇതുപോലെ നെഞ്ചുറപ്പുള്ള സത്യസന്ധന്മാരായ ചെറുപ്പക്കാരെയാണ് നമ്മുടെ പോലീസിന് ആവശ്യം. ഇല്ല, ഇനിയും ആ റാസ്കലിനെ ഭൂമിക്ക് മുകളിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. കുറെ ദിവസമായി ഞാനത് പറയുന്നു. അപ്പോഴൊക്കെ നീ ഒരുത്തിനാ തടസ്സം നിന്ന്. തടസ്സം നിന്നതല്ല, CM അവനെ അത്രയ്ക്ക് കണ്ണടച്ച് വിശ്വസിച്ചിരിക്കുന്ന സ്ഥിതിക്ക് എടുത്തു ചാടി നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ചിലപ്പോ എന്റെ മന്ത്രിക്കസേര എന്നെ തെറിച്ചു പോകും. അതുകൊണ്ടാ രഹസ്യമായിട്ട് മതി ഞാൻ പറഞ്ഞത്. അങ്ങനെ മാമ്പള്ളി കുടുംബത്തിന്റെ മാനം കളഞ്ഞിട്ട് ഒരു മന്ത്രിക്കസേര വേണോ നമുക്ക്? ഇതുവരെ ഈ നാട്ടുകാർ മാമ്പള്ളി കുടുംബത്തിന്റെ പേര് പറഞ്ഞിട്ടുള്ളത് ഭയഭക്തിയോട് കൂടിയാ. ഇന്ന് പരിഹാസമാണ്. അതും ഒരു പീറ ചെറുക്കം കാരണം. അവൻ ചേട്ടനെ പിടിച്ചുകൊണ്ടുപോയി മാസങ്ങളോളം തടങ്കലിട്ടു എന്ന് പറയുന്നത് തന്നെ എനിക്ക് നാണക്കേടാ. ഈ നാട്ടിൽ ആരും അത് വിശ്വസിക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്കൊന്നും വിശ്വാസമില്ലേ? വിശ്വസിക്കണ്ട, എന്നെ ആരും വിശ്വസിക്കണ്ട. ചേട്ടൻ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കാം. പക്ഷേ പോലീസിന്റെ മുമ്പിൽ എന്തെങ്കിലും ഒരു തെളിവ് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ചേട്ടൻ ഒരു സാധാരണക്കാരനല്ല, സീനിയർ IPS ഓഫീസറാ. അങ്ങനെ ഒരാളെ പിടിച്ചൊരുത്തം പൂട്ടിയിട്ടിട്ട് യാതൊരു എവിഡൻസും കിട്ടുന്നില്ലെന്ന് വെച്ചാ അതിൽ പല നാണക്കേടുട്ടോ. അതുകൊണ്ട് തന്നെയാ വലിയേട്ടൻ പറഞ്ഞത് അവനെ ഇനി വച്ചോണ്ടിരിക്കണ്ടെന്ന്. 4 ബറ്റാലിയൻ പോലീസ് വളഞ്ഞിട്ടും പുല്ലുപോലെ രക്ഷപ്പെട്ട മാർട്ടിനും ദാസനും അവന്റെ തോക്കിന്റെ തുമ്പത്താ മരിച്ചു വീണത്. ഇനിയോ അവൻ ജീവിച്ചിരുന്ന അത് നമുക്ക് ആപത്താ. എങ്കിൽ വിളിക്കു ദുബായിക്ക്. ചേട്ടന്റെ ഒരു കോള് ചെന്നാ മതി. അലക്സ് പറന്നിവിടെ എത്തും. ഇനി ചെവി അറിയാതെ കാര്യം നടത്തിയിട്ട് പോയിക്കൊള്ളും. പന്ന കഴിവറ മോനെ, നിനക്ക് അത്രയ്ക്ക് ധൈര്യമായോ? മാമ്പള്ളി വീടിന്റെ ഉള്ളിൽ കയറി വരാൻ മാത്രം തെണ്ടി അയ്യപ്പൻ നായരുടെ മകൻ വളർന്നു അല്ലടാ പട്ടി. വളർന്ന കാര്യം സാറ് നേരത്തെ അറിഞ്ഞല്ലേ? ഇപ്പൊ അങ്ങയുടെ തിരുമുഖം കാണാനല്ല ഞാൻ വന്നത്. എനിക്ക് ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. നിങ്ങളുടെ അനിയൻ പ്രകാശ് മേനോൻ. പാരട്ടെ, ഇറങ്ങടാ വെളിയില്. നീ എവിടെ വന്ന് ആരോടാ സംസാരിക്കുന്നെന്ന് അറിയാമോ? അറിയാം സാർ. കേരളത്തിലെ ബഹുമാന്യനായ വ്യവസായ വകുപ്പ് മന്ത്രിയുടെ മുന്നിൽ 4 വർഷം മുമ്പ് നടത്തിയ ഒരു കൊലപാതകത്തിന്റെ ഗൂഢാലോചനയിൽ അങ്ങേക്കും പങ്കിടുന്നുള്ളതിന് തെളിവുണ്ട്. പക്ഷെ തൽക്കാലം
ഞാൻ ഇവനെ കൊണ്ടുവന്നുള്ളൂ. പട്ടി പിസ്റ്റോടുത്തുണ്ടോ? ഇവനെ ചുട്ട് കരിക്കണം. നിർത്തണം സാർ, ഇനിയൊരു കൊലപാതകം കൂടി ചെയ്യരുത്. അവനെ അങ്ങ് വിട്ടേക്ക്. 2000 ജനുവരി 12 നാഷണൽ ഹൈവേയിൽ വെച്ച് വാസുദേവൻ നായർ എന്ന ഹെഡ് കോൺസ്റ്റബിളെ ലോറി കയറ്റിക്കൊന്ന കേസിൽ പ്രകാശ് മേനോനെ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ടുണ്ട് സാർ. നിന്റെ ഒരു വാറണ്ട്? നീ ഒരുത്തനായി ചെറ്റയെ വളർന്നത്. ഒരു തെളിവില്ലാതെ എന്ത് പറഞ്ഞാൽ നിനക്ക് വാറണ്ട് കിട്ടുക? ഇറങ്ങി പോടാ വഴി. ഗെറ്റ് ഔട്ട്. സാർ എപ്പോഴും ഇങ്ങനെ ചൂടായ എങ്ങനെയാ? തെളിവുണ്ട് സാർ. കുഞ്ഞരാമ, എന്താ അവനെയും കൊണ്ടുവാ. ഇവനെ സാറുമാർക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ? അറിയാന്നേ, അല്ലാതെ പിന്നെ. പറയണ ചന്ദ്ര, അന്ന് വാസുദേവൻ നായരെ കൊന്നതെങ്ങനെ? എനിക്ക് പേടിയാണെന്ന് പറഞ്ഞപ്പോ എന്റെ കയ്യിൽ നിന്ന് സ്റ്റിയറിംഗ് മേടിച്ച് ഓടിച്ചത് പ്രകാശ് സാറാ. മുകുന്ദൻ സാറും മാധവൻ സാറും പുറകെ കാറിലുണ്ടായിരുന്നു. ഇനി നിയമമാർക്ക് തെളിവ് വല്ലതും വേണമെങ്കിൽ അങ്ങ് കോടതിയിൽ നിന്ന് കിട്ടും. ഇവിടെ വാടാ. സാർ, ബുദ്ധിമുട്ടുണ്ടാക്കരുത് പ്ലീസ്. ഇത് DGPയുടെ സ്പെഷ്യൽ ഓർഡറാ. സാറിന് വേണേ അദ്ദേഹത്തെ വിളിക്കാം. നടക്കണം. വേഗം നടക്ക്. 3 സാറിന്റെ കൺട്രോൾ പോകും ചിലപ്പോ. ആ ഫോണിങ്ങതാ. Yes, Alex speaking. Hello, how are you, sir? സാറിന്റെ ഒരു ഫോൺ കോളിന് വേണ്ടി കാത്തിരിക്കുകയല്ലായിരുന്നോ ഞാനിവിടെ പറന്നെത്താൻ? എന്റെ മാർട്ടിനച്ചാനെ കൊന്ന തെണ്ടി കഴിവറടാ മോനെ. ഒരു നിമിഷം മുമ്പേ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കേണ്ടത് എന്റെയും ആവശ്യമാണ് സാർ. സാർ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. അടുത്ത ഫ്ലൈറ്റിന് ഞാൻ ഇവിടുന്ന് തിരിച്ചിരിക്കും. അവനെ മാത്രമല്ല, ആ കുടുംബം ഞാൻ നാമാവശേഷമാക്കും.